നമസ്കാരം ഡോക്ടർ. ഇദ്ദേഹം നമുക്ക് പലവട്ടം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആവർത്തിച്ച് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടൊരു കേസാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആശങ്ക ഇരിക്കുന്നത് വീക്ക് ആയിട്ടുള്ള ഇജാക്കുലേഷൻ ഫോഴ്സിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ശുക്ലത്തിൻ്റെ ആ ഒരു പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വലിയ ആശങ്കയാണ്. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഫോഴ്സ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം. ഇത് സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ആശങ്കയെല്ലാം മാറ്റുന്ന തരത്തിൽ വേണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത് മാവേലെറിയുന്ന പോലൊരു കാര്യമാണല്ലോ. നമ്മളൊരു 10-20 വയസ്സുള്ള കുട്ടികൾ കല്ലെടുത്ത് മാവേലെറിഞ്ഞാൽ കറക്റ്റായിട്ട് എത്ര ഉയരത്തിലും ആ കല്ല് പോയിട്ട് കൊണ്ടും മാങ്ങാ വീഴ്ത്തും. പക്ഷേ 75 വയസ്സിൽ മാവേലെറിയാൻ നോക്കിയാൽ ചിലപ്പോൾ അത്രയും ശക്തമായിട്ട് ആ കല്ലിനെ ദൂരേക്ക് വിടാൻ പറ്റിയില്ല എന്ന് വരാം. എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക്, പക്വതയ്ക്ക് ഇതിനെല്ലാം പല ഘട്ടങ്ങളുണ്ട്. ടീനേജസിൽ, പ്രത്യേകിച്ച് ഏർലി ഏജ് ടീനേജസിലും ഒരു 10-35 വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ ഉദാഹരണത്തിൻ്റെ ദൃഢത വളരെ കൂടുതലായിരിക്കും. ദൃഢതയും അതിനോടുള്ള അവരുടെ ആസക്തിയും ഒക്കെ കൗമാര കാലഘട്ടത്തിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലിലുള്ള ഇറക്ഷൻ വരുമ്പോൾ ഇതൊരു എക്സ്പൾഷനാണ്. പുറത്തേക്കൊരു റിഥമിക് മസ്കുലാർ കൺട്രാക്ഷനിലൂടെയാണ് ഈ ദ്രാവകത്തെ പുറത്തേക്ക് തള്ളിവിടുന്നത്. ഒരു മസിൽ മൂവ്മെൻ്റാണ്. ആ മസിലുകൾ വളരെ ശക്തമായിട്ട് കൺട്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് തള്ളിവിടുമ്പോൾ ആ ശക്തിയോടുകൂടി അത് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് ദൂരേക്ക് പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. പ്രായമായി വരുന്നതനുസരിച്ചിട്ട് ആ മസിൽ കൺട്രാക്ഷൻ്റെ ശക്തി കുറഞ്ഞു വരുമ്പോൾ അത് പോയി വീഴുന്ന ദൈർഘ്യവും കുറഞ്ഞു വരും. നേരത്തെ പണ്ട് കാലത്ത് 1 മീറ്റർ ദൂരെ പോയി വീഴുമായിരുന്നെങ്കിൽ പിന്നീട് അത് 50 സെൻറ്റിമീറ്റർ ആവും, 40 ആവും, 30 ആവും. അവസാനം ഒരു 10-75-80 വയസ്സാകുമ്പോൾ ചിലപ്പോൾ ഒഴുകി വരുന്ന അവസ്ഥയായിരിക്കും. ഈ ഒരവസ്ഥയിൽ ഇതൊരു നോർമലായിട്ട് മനുഷ്യരാശിയിൽ പുരുഷന്മാർക്ക് വരുന്ന ഒരു ചേഞ്ചാണ്. അതിനെ നമുക്ക് ഇല്ലാതാക്കാനൊന്നും കഴിയില്ല. ആ ഒരു വ്യത്യാസത്തിന് ഇറക്ഷൻ കുറവുള്ളത് കൊണ്ടാണ് ദൂരേക്കത് പോയി വീഴാത്തത്. അപ്പോൾ ഇറക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. ഇറക്ഷൻ കൂട്ടാൻ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ആ ശുക്ലം കുറച്ചുകൂടി ശക്തിക്ക് പുറത്തേക്ക് വരാം. അതാണ് അതിനുള്ള മാർഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിന് പണ്ടുള്ളതിൽ നിന്ന് കാര്യമായ കുറവ് സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്ന ശുക്ലം പുറത്തേക്ക് നല്ല ശക്തിക്ക് പോവാതെ ഒഴുകി വരുന്നു എന്നുള്ളത്. ദൃഢത കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ആ ദൃഢത കൂട്ടിക്കഴിഞ്ഞാൽ സെക്ഷൽ ലൈഫ് കുറേ കൂടി സാറ്റിസ്ഫാക്ടറി ആവും. വളരെ തൃപ്തികരമായൊരു ബന്ധത്തിന് അദ്ദേഹം ഉദാഹരണക്കുറവിന് ചികിത്സ എടുക്കുന്നതായിരിക്കും ഉചിതം. പിന്നെ മറ്റൊന്നുണ്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണ്ടത്ര സെക്സിൽ ആസക്തിയൊന്നുമില്ല, വെറുതെ ചെയ്യാൻ വേണ്ടി ഒരു സ്വയംഭോഗമൊക്കെ ചെയ്തു, എന്തേലും ഉറക്കം വരുന്നില്ല എന്നാ ഒന്ന് ചെയ്തേക്കാവുന്നുള്ള ലെവലിലൊക്കെ ചെയ്ത് ഒരു ഫീലിങ്ങും ഇല്ലാതെ പിടിച്ച് ഞെക്കി ഞരടി ഒരു ഇറക്ഷൻ ഉണ്ടാക്കി സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത്ര ഇറക്ഷൻ ഉണ്ടാവില്ല. അപ്പോഴീ പറഞ്ഞ പോലെ ഒഴുകി വന്നു എന്ന് വരാം. ഇപ്പോൾ സെക്ഷൽ ലൈംഗിക ബന്ധത്തിൽ അതൊരു പ്രശ്നമായി തീരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചികിത്സ ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ആ ഒരു സംശയം ഒരു നിസ്സാരമായൊരു സംശയം ആണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഉദാഹരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീർത്തും ഒരു അവഗണിക്കാവുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ അതിന് കൃത്യമായി അതൊരു പ്രശ്നമായി, ഉദാഹരണം ഒരു പ്രശ്നമായി തോന്നുന്നുവെങ്കിൽ കൃത്യമായൊരു ചികിത്സയിലേക്ക് പോകേണ്ടതുണ്ട്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.